ഒരു ഘട്ടത്തിൽ AITC തങ്ങൾക്ക് തന്ന ഉറപ്പ്, ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ദേശീയ മുന്നണി, ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബംഗാളിൽ ഉൾപ്പെടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസുമായിട്ടുള്ള ധാരണകൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ കോൺഗ്രസുമായി അലൈൻ ചെയ്തു പോകുന്നതിൽ ഒരു പ്രയാസം ഇല്ല എന്നതായിരുന്നു അന്നത്തെ അവരുടെ നിലപാട്. പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ആ നിലപാടിൽ നിന്ന് അവർ പിന്മാറുന്നതായിട്ടും കോൺഗ്രസുമായി ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തെയും പിന്തുണക്കാൻ അവരുടെ രാഷ്ട്രീയം ബംഗാളിൽ അവർക്ക് പ്രയാസമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും അവസാനമായി ഇപ്പോൾ ബേപ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് സ്ഥാനാർത്ഥിയായി ഞാൻ ഉള്ളപ്പോൾ പോലും ദേശീയ തലത്തിൽ നിന്നൊരു നേതാവിനെയെങ്കിലും അയച്ചു തരണമെന്ന് പറഞ്ഞതിനും ഒരു കാരണവശാലും കോൺഗ്രസുമായി വേദി പങ്കിടുന്ന ഒരു നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. തൃണമൂലിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഡർഷിപ്പും കൊടികളും ഒരേ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അത് ബംഗാളിലെ അവരുടെ രാഷ്ട്രീയത്തിന്, അവരെ ഉയർത്തുന്ന ആൻറ്റി കോൺഗ്രസ്, ആൻറ്റി കമ്മ്യൂണിസ്റ്റ്, ആൻറ്റി BJP രാഷ്ട്രീയത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതാണ് അവസാനമായി അവർ പറഞ്ഞത്. ആ രീതിയിലുള്ളൊരു രാഷ്ട്രീയവുമായിട്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഇന്നത്തെ വിഷയങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണക്കാതെ ആരെ പിന്തുണക്കുമെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൂടിയാലോചനകൾ നടത്തുകയും ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റി വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേശീയ നേതൃത്വവുമായുള്ള ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ ഇന്ന് പ്രമേയം വഴി ഞങ്ങൾ തീരുമാനിച്ചത് പത്രമാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കുകയാണ്. ഇനി ഒരു ബന്ധവും AITCയുമായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ സംഘടനയായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നൊരു സ്റ്റേറ്റ് പാർട്ടിയായി മാറുക എന്നതാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാതൽ. അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ട് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലകളിലെയും ജില്ലാ കമ്മിറ്റികളെ വിളിച്ചു ചേർത്ത് പുതിയ പാർട്ടിയുടെ പേരും നയരേഖയും ഒക്കെ ചർച്ചകൾ നടത്തി മെയ് 15-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനമായി സംസ്ഥാനത്തിന് പരമാവധി പരിഗണന നൽകുന്ന UDFനോട് ഒപ്പം നിന്നുകൊണ്ട് ഈ പിണറായിസത്തെയും ഫാസിസത്തെയും എതിർക്കുന്ന ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ വിവരം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കുകയാണ്. ഇത്രയും കാലം ഞങ്ങൾക്ക് പിന്തുണ നൽകിയ ജനങ്ങൾ, ഇവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർ, ബഹുമാന്യരായ പത്രമാധ്യമ പ്രവർത്തകർ, എല്ലാവർക്കും ഈ അവസരത്തിൽ ഇത്രയും കാലം നിങ്ങൾ നൽകിയ സപ്പോർട്ടിനും നിങ്ങൾ നൽകിയ സഹായങ്ങൾക്കും നന്ദി അറിയിക്കുക കൂടി ചെയ്യണം. UDFുമായി കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. കാരണം UDFുമായി ചേരാൻ കോൺഗ്രസ് ഇല്ലാത്തൊരു UDF ഇല്ലല്ലോ. കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ UDFുമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ആ ഒരു മതിലുണ്ടാക്കുന്ന പ്രതിസന്ധി അത് പരിഹരിക്കപ്പെടണം. ആ നിലക്ക് തന്നെയാണ് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചത്. അറിയിക്കുകയായിരുന്നോ? അതായത് ഇനി മുന്നോട്ട് ഈ ഒരു സഹകരണം പറ്റില്ല, അതായത് കോൺഗ്രസുമായിട്ടുള്ള സഹകരണം പറ്റില്ല എന്നുള്ളത് TMC ദേശീയ നേതൃത്വം നിങ്ങൾ അറിയിക്കുക? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരുടെ നയം. കോൺഗ്രസുമായിട്ടുള്ള ഒരു യോജിപ്പും ഒരു UDFന് നമുക്ക് ചിഹ്നം ബേപ്പൂരിൽ തരാതിരുന്നതിന് കാരണം അതാണ്. നമ്മൾ ചിഹ്നം ആവശ്യപ്പെട്ടതാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ചിഹ്നം നൽകാൻ കഴിയില്ല എന്ന് അവർ അറിയിച്ചാണ്. തീർച്ചയായിട്ടും അതെ, കോൺഗ്രസുമായി അവർക്ക് സ്റ്റേജ് പങ്കിടാൻ കഴിയില്ല. അത് അവർ ബംഗാളിലെ ഇലക്ഷനെ ബാധിക്കും എന്നായിരുന്നു അവർ പറഞ്ഞത്. UDF ലീഡർഷിപ്പിന് കൺവേ ചെയ്തിട്ടുണ്ട്. ഇല്ലല്ല, നമ്മൾ UDFുമായി
ഒത്തുചേർന്ന് ഈ പിണറായിസത്തെയും ദേശീയ ഫാസിസത്തെയും എതിർക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകാമെന്നില്ല. രണ്ടാമത്തെ ഒരു പ്രധാന വിഷയം, ഇപ്പോൾ കോഴിക്കോട് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കപ്പെടുമെന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തുടക്കം മുതലേ ഇത് പറഞ്ഞു വന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ JDT ഇസ്ലാം ഹൈസ്കൂളിലാണ് 13 ജില്ലയിലെ 8 നിയോജക മണ്ഡലങ്ങളുടെയും പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ അവിടെ പോളിംഗ് സൂക്ഷിച്ച റൂം തുറന്നു എന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. DCC പ്രസിഡന്റ് അടക്കം മത്സരിച്ച 3-4 സ്ഥാനാർത്ഥികൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണിത്. ഇതുവരെ കൃത്യമായ കണക്ക് ഇലക്ഷൻ കമ്മീഷന് ഒരാൾക്കും നൽകിയിട്ടില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, കേരളത്തിന്റെ വോട്ടെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇലക്ട്രോണിക്സ് മെഷീനിലേക്ക് മാറിയതിന് ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാലും ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനാധിപത്യത്തെ, ജനഹിതത്തെ അട്ടിമറിക്കാൻ പിണറായിയും കേന്ദ്ര ഗവൺമെന്റും ഒരുമിച്ച് നീങ്ങുന്നു എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ ഫൈനൽ പോളിംഗ് പെർസെന്റേജ് പോലും പുറത്തുവിടാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവാത്ത ഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയോ പാർട്ടിയുടെ സെക്രട്ടറിയോ അതിനെതിരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. വളരെ സ്മൂത്തായി ഇലക്ഷൻ നടന്നു എന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനോടൊപ്പമാണ് പിണറായിയും സംഘവും ഇവിടെ നിൽക്കുന്നത്. ഇതൊക്കെ അങ്ങേയറ്റത്തെ ദുരൂഹമായ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കറിയാം, 100 സീറ്റിൽ കുറയാത്ത ഒരു ജനവിധി കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. സത്യസന്ധരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച സഖാക്കളിൽ വലിയൊരു വിഭാഗം ഈ പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അനുഭവസ്ഥരാണ്. ഇത്രയൊക്കെ അത്രയും UDFന് അനുകൂലമായ രാഷ്ട്രീയ പോളിംഗ് നടന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ അട്ടിമറിക്കാൻ, അതിനെ തങ്ങളുടെ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹാക്കിംഗ് വഴിയോ മെഷീനുകൾ മാറ്റുന്നത് വഴിയോ അല്ലെങ്കിൽ മെഷീനുകളിൽ കൃത്രിമം നടത്തിയോ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ അവസാനത്തെ തെളിവാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും, മെഷീൻ സൂക്ഷിച്ച കേന്ദ്രങ്ങളിലും UDF പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വളരെ ഗൗരവത്തോടുള്ള ശ്രദ്ധയുണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.